അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഗ്രിൻഡൽ വേവിൻ്റെ കൾച്ചർ ഒന്ന് ഡെവലപ്പ് ചെയ്യാണ്. ഈ 2 കണ്ടെയ്നറിൽ കൂടി കൾച്ചർ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ മുന്നേ നമ്മൾ എടുത്തിരുന്നത് സ്ക്രബ്ബറായിരുന്നു. അതിന് പകരം ഇപ്പോൾ കോക്കോ പീറ്റ് ഓർഡർ ചെയ്ത് വാങ്ങിയാണ്ട്, അതായത് ചകിരിച്ചോറിലാണ് ഇപ്പോൾ ചെയ്യണത്. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇതൊന്ന് നനച്ചുകാണ്ട് അതൊന്ന് പിഴിഞ്ഞുകാണ്ട് ഇതേപോലെ കണ്ടെയ്നറിൽ ഇട്ടുകാണ്ട് നല്ലൊന്ന് അമർത്തി കൊടുക്കുക. അതായത് പതിഞ്ഞിരിക്കണം അതിൻ്റെ അടിയിൽ. നല്ല രീതിയിൽ പ്രസ് ചെയ്തതിന് ശേഷം ഇതേപോലെ 2 കണ്ടെയ്നറിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലിടാൻ വേണ്ടിയിട്ട് പട്ടിക്ക് കൊടുക്കുന്ന ഫുഡ് ഉണ്ടല്ലോ, പെഡിഗ്രി അതാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്സ് യൂസ് ചെയ്യുക, ബ്രെഡ് യൂസ് ചെയ്യുക, എന്തും യൂസ് ചെയ്യുക. പക്ഷേ ഈ ഓട്സും ബ്രെഡൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് വൃത്തികെട്ട സ്മെല്ല് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ചേഞ്ച് ചെയ്തുകൊണ്ട് ഈ പെഡിഗ്രിയിലോട്ട് മാറ്റിയത്. ഇത് പട്ടി ഫുഡ് ഏതായാലും കുഴപ്പമില്ല, ഡ്രൈ ഫുഡ് ആയാൽ മതി. നിങ്ങൾക്ക് ഫിഷിന് ഇട്ട് കൊടുക്കുന്ന ഫുഡ് വരെ ഇറ്റിങ്ങൾക്ക് ഫുഡായിട്ട് കൊടുക്കാൻ പറ്റും. ഒരു വിഷയമുള്ള കാര്യമില്ല. പക്ഷേ നിങ്ങളുടെ സ്മെല്ലിൻ്റെ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ച് ഡെവലപ്പ് ആയിട്ടുള്ള ഗ്രിൻഡൽ വേവിൻ്റെ കൾച്ചറാണ്. നേരെ ഈ പ്ലാസ്റ്റിക് കവർ എടുത്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ പുതുതായിട്ട് നിർമ്മിച്ച ആ ഒരു വ്യവസ്ഥയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫുഡ് അടിച്ചുകൊണ്ട് അറ്റങ്ങൾ ജീവിച്ചോളൂ. അങ്ങനെ നമ്മൾ ഒരു ബേസിലോട്ട് വെച്ചാണ്. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കവറും കൂടി വെച്ച് കൊടുത്താൽ വീണ്ടും നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൽ കടന്ന് ചിങ്ങൾ ഡെവലപ്പ് ആയിക്കോളും. നൈസായിട്ട് ഇത് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. ക്ലോസ് ചെയ്ത് വെക്കുമ്പോൾ ഇതിലോട്ട് എയർ സർക്കുലേഷന് വേണ്ടി ചെറിയൊരു ഗ്യാപ്പും കൂടി ഇടുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും.